ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരങ്ങളെ അത് വീഡിയോയിലേക്ക് പോകാം. അലമാരി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാമെന്നും അതുപോലെ തന്നെ അലമാരയിൽ നമുക്ക് എങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഷർട്ട് അതുപോലെ തന്നെ ഒരു തുണിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒരു 10 തുണിയൊക്കെ എങ്ങനെ വെക്കാമെന്നുള്ള നല്ല കിടിലൻ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണേ. ഷർട്ടൊക്കെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അഴിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. എത്ര തന്നെ നമ്മൾ ഒതുക്കി പൊറുക്കി വെച്ചാലും മക്കൾ എടുത്ത് താഴേക്ക് ഇടും അല്ലേ. എല്ലാം വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒതുക്കി വെച്ചാൽ പിറ്റേ ദിവസവും അതുപോലെ തന്നെ ആയിരിക്കും അവസ്ഥ. എന്നാൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. എടുത്ത് നമ്മൾ എറിഞ്ഞാൽ പോലും അതിൻ്റെ ആ ഫോൾഡിങ് പോവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ കോളറിൻ്റെ ഉള്ളിലേക്കായിട്ട് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മളെ ചുരിദാറിൻ്റെ പാൻറ്, ഷാള്, ടോപ്പ് ഒക്കെ ഒപ്പം എങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാമെന്നാണ് കാണിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ആദ്യം പാൻറ് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ടോപ്പാണ് കേട്ടോ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ പാൻറ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടോപ്പ് കാണില്ല, ടോപ്പ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷോള് കാണില്ല. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷോളാണ് കേട്ടോ. ഷോള് ഇതുപോലെ ഒരേ അളവിലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം രണ്ട് സൈഡും ഇത് മുകൾ ഭാഗം ഒന്ന് താഴേക്ക് മടക്കിയിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. എല്ലാം ഒരു സ്ഥലത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു പോക്കറ്റ് പോലെ നമുക്ക് ഈ ഷോള് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എത്ര തന്നെ വലിച്ച് മക്കളൊക്കെ പുറത്തേക്ക് ഇട്ടാലും ഇത് ഫോൾഡിങ് ഒന്നും അഴിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. നമുക്ക് അടുക്കി വെക്കാനും അധികം സ്ഥലമോ കാര്യമോ ഒന്നും തന്നെ വേണ്ട. എത്ര അലമാര ഉണ്ടെങ്കിലും കുട്ടികളുള്ള സ്ഥലത്ത് നമുക്ക് ഡ്രസ്സ് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തികയാത്തത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ സ്ഥലം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്തതായിട്ട് ടീഷർട്ട് എങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ടീഷർട്ടിൻ്റെ അടിഭാഗം ഇതുപോലെ പുറത്തേക്കായിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടിഭാഗം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിൻ്റെ കൈയും ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മുകളിൽ നിന്നും താഴോട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ആ താഴ്ഭാഗത്തുള്ളത് പോക്കറ്റ് പോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഷർട്ട് അതുപോലെ തന്നെ പാൻറ്റ്, ടീഷർട്ട്സ് ഒക്കെ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലം വേണ്ടി വരും. നമ്മുടെ ട്രാവൽ ബാഗിലൊന്നും സ്ഥലം തന്നെ ഉണ്ടാവില്ല അല്ലേ. എന്നാൽ ഈ രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ടീഷർട്ട് ഒരു പാൻറ്റൊക്കെ വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു പാൻറ്റൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ പാൻറ്റ് ഫോൾഡ് ചെയ്യുന്നത് കാണിച്ചിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് സാരിയും ബ്ലൗസും എങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിന് സാധാരണയായി നമ്മൾ സാരി മടക്കി വെക്കുന്നത് പോലെ മടക്കി വെച്ച് നടുഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്ലൗസിന്റെ ഉള്ളിലേക്കായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ സാരിക്ക് മാച്ച് ആയിട്ടുള്ള സ്കേർട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സാരിന്റെ ഉള്ളിലേക്കായിട്ട് സ്കേർട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ രണ്ട് ബ്ലൗസിന്റെ രണ്ട് കൈയും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പോക്കറ്റ് പോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സാരിയും ബ്ലൗസും ഒക്കെ ഒരേ സ്ഥലത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാണാനും നല്ല ഭംഗിയായിരിക്കും, എടുക്കാനും നമുക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് വർക്കിംഗ് വുമൻസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് കൂടുതൽ സാരി ഉണ്ടാവും. അപ്പോൾ വീക്കിലി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അലക്കി ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. കുറച്ചധികം സാരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ചീർപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചീർപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ആയിട്ട് നമുക്ക് സാരി മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുഞ്ഞു മക്കൾക്ക് വരെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് താഴെയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോൾഡിംഗ് ഒക്കെ കഴിഞ്ഞ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചീർപ്പിന് പകരമായിട്ട് മരത്തിൻ്റെ തവിയോ അല്ലെങ്കിൽ സ്കെയിലോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ
അധിക സ്ഥലമൊന്നും വേണ്ട സാരി വെക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഞാനിപ്പോൾ മരത്തിൻ്റെ തവി വെച്ചിട്ടും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ചീർപ്പ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ആയിട്ടാണ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് വലിയ പ്ലീറ്റഡ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. മടക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആ തവിയൊന്ന് എടുത്ത് മാറ്റിയാൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അടുത്തതായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്നും ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വലിയ വില കൊടുത്ത് വാങ്ങാറുണ്ട്. എന്നാൽ 5 പൈസ ചിലവില്ലാതെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലുള്ളൊരു ഇലക്ട്രിക് വയറാണ് കേട്ടോ വേണ്ടത്. 2 പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മുകൾ ഭാഗം ഒന്ന് ടൈറ്റ് ആയിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇട്ട് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കുഞ്ഞു മക്കളുടെ ഷോക്സ് ആയാലും ഷോൾ ആയാലും പാൻറ് ആയാലും വളരെ എളുപ്പത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഓർഗനൈസർ തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ചധികം തുണികളൊക്കെ വെച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്ട്രോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബീഡ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അധിക സ്ഥലം നമുക്ക് വേണ്ടി വരില്ല. അലമാരയുടെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ബ്രഷ് വെച്ചിട്ടുള്ള നല്ലൊരു ഓർഗനൈസർ ആണ്. അപ്പോൾ അതിന്റെ ഭാഗം കത്തി ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം ഇതിന്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും. അപ്പോൾ ഹോളുള്ള ബ്രഷ് ആണെങ്കിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പപ്പടക്കോല് ചൂടാക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തും ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ബ്രഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് വലിയ ഓർഗനൈസർ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ബ്രഷ് എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലുള്ള കയറാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രഷിന്റെ ഹോളിലൂടെ ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് മേലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അത് ആ ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ബ്രഷും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബ്രഷ് വെച്ചിട്ടുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത നല്ല നല്ല സൂത്രങ്ങളാണ് ആ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ബ്രഷും ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ അലമാരയുടെ ഉൾഭാഗത്താക്കിയിട്ടൊന്ന് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ മക്കളുടെ കുഞ്ഞു കുഞ്ഞ് ഷോക്സ് അതുപോലത്തെ ഷോള് എന്ത് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു കിഡിലൻ ഓർഗനൈസർ ആണ് കേട്ടത്. ഇത് ബ്രഷ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് വെയിറ്റ് ഉള്ളതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഇതിൽ തന്നെ ഞാനൊരു 2-3 ഷോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കുറേ അധികം സ്ഥലമോ കാര്യമൊന്നും തന്നെ വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ യൂറിയ ബാഗ് വെച്ചിട്ടുള്ള നല്ലൊരു കിഡിലൻ ഒരു ഓർഗനൈസർ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നടുവിലായിട്ട് മടക്കി കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം. യൂറിയ ബാഗ് വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത നല്ല കിഡിലൻ ഒരു സൂത്രമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഇതുപോലുള്ള ബാഗുകളൊക്കെ വാങ്ങിച്ചിട്ട് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ. അപ്പോൾ അതേ അളവിൽ തന്നെ ഒരു ഷോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ബാഗ് ഉണ്ടാക്കി തുടങ്ങാമെന്ന് നോക്കാം. ഏകദേശം ഒരു 2 എണ്ണം ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറം ഭാഗത്തും അതുപോലെ തന്നെ ഉൾഭാഗത്തും അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉൾഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മളുടെ കിഡിലൻ ഓർഗനൈസർ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ളൊരു ഓർഗനൈസർ ഉണ്ടാക്കി നോക്കുക. നമ്മളെ കുഞ്ഞു മക്കളുടെ സ്കേർട്സ് ആയാലും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ആയാലും ഒക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുറച്ച് അധികം തന്നെ ഐറ്റംസ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ബാഗ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഭാഗം നന്നായിട്ടൊന്ന് വിരിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും കണ്ടില്ലേ, വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലുള്ള അരി ബാഗാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഒരു സൈഡ് മാത്രം ഞാൻ ഇതുവരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് അതിൻ്റെ മുകളിൽ വരെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഹാങ്ങർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്.
ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളെ ബെഡ്റൂമിലുള്ള ജനാലിലോ അല്ലെങ്കിൽ അലമാരയുടെ ഉള്ളിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം തന്നെ തുണിയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ അലമാരയൊന്നും വാങ്ങിച്ച് നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് അലമാരയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തുണികളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നന്നായിട്ട് അടിയിലൊന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാർഡ്ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു കവറാണ്. ആ കവറിൻ്റെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. എന്നൊരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഞാൻ സ്റ്റാപ്ലെയർ ആണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒരു ഹാങ്ങർ ഉപയോഗിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലെയർ വെച്ച് കൊടുത്താലും മതിയാവും. ഇതിന് വേണ്ടിയിട്ട് ഒരു ബാഗ് മുഴുവനായിട്ടൊന്നും വേണ്ട. അതിൻ്റെ ഒരു അരഭാഗം മാത്രം മതിയാവും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളെ കിച്ചണിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ തവികൾ അതുപോലെ തന്നെ സ്പൂണൊക്കെ വെച്ച് കൊടുക്കാം. എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ നമ്മൾ അലക്കാനുള്ള ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂക്കിയിടുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവില്ല, വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു ബാഗ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വൃത്തികേടൊന്നും ഇല്ലാതെ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.